ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിലുണ്ടായ രണ്ടാമത്തെ ദിവസം. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. ഇപ്പോൾ രാത്രിയൊക്കെ നമ്മൾ കിടന്നുറങ്ങി. ഞാൻ പറഞ്ഞ പോലെ ബസ്സിൽ വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഷർട്ടൊക്കെ ഊരിയിട്ടാണ് കിടന്നുറങ്ങിയത്. ഷർട്ടല്ല, ജാക്കറ്റ് ഊരിയിട്ടാണ് കിടന്നുറങ്ങിയത്. രാവിലെ ആയപ്പോഴും എനിക്ക് വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്തില്ല. ഞാൻ എണീറ്റപ്പോൾ ഒരു 12 മണിയായി. അപ്പോൾ അന്നാണ് ശരിക്കും ഗസൽ ചേച്ചീനെയും വർഷ ചേച്ചീനായിട്ട് കമ്പനി വന്നത്. അന്ന് ഞാനവിടെ രാവിലെ എണീച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു. അവർ താഴത്താണ് കിടന്നത്, ഞാൻ മേളത്തെ ബർത്തിലാണ് കിടന്നത്. അപ്പോൾ ഞാൻ അവിടെ എന്നോട് ഇരിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഫ്രഷായിട്ട് വന്നു. ഞാൻ ഇരുന്നു. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്ന് സംസാരിച്ചു. എൻ്റെ അടുത്ത് എന്താണ് ഇങ്ങനെ ട്രിപ്പ് പോണേ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ സോളോ ട്രിപ്പ് പോകണം, അതാണ് ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നിൻ്റെ കാര്യങ്ങളാണ്, അപ്പോൾ അതുകൊണ്ടാണ് പോണത്. അപ്പോൾ ഞങ്ങളങ്ങനെ ഓരോന്ന് സംസാരിച്ചു. പിന്നെ എൻ്റെ അടുത്ത് അപ്പോഴൊന്നും ഇവർ ബോക്സിങ് ആണ് അങ്ങനെയാണ് പരിപാടി എന്നൊന്നും പറഞ്ഞില്ല. എൻ്റെ അടുത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങളിങ്ങനെ ഡൽഹിയിൽ ഇങ്ങനെ ഒരു ചാമ്പ്യൻഷിപ്പല്ല, ഒരു ബോക്സിങ് നാഷണൽസ് ബോക്സിങ് ഇതിന് പോവുകയാണ്. അങ്ങനെയാണ് ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അന്ന് രണ്ടാമത്തെ ദിവസം ഉച്ചയ്ക്ക് എഗ് ബിരിയാണിയാണ് മേടിച്ചത്. എൻ്റെ കർത്താവേ, എനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രയും നല്ലൊരു ഫുഡായിരുന്നു അത്. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ജന്മം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2 ദിവസമൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. അത് വേറൊരു കാര്യം. ഡൽഹിക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ കഴിക്കുക, അല്ലാതെ വേറെ നിവർത്തിയില്ല. പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ IRTCയുടെ ഫുഡ് കഴിക്കാണ്ടിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ദൈവമേ, എനിക്ക് വീഡിയോ ആയത് കാരണം എൻ്റെ അടുത്ത് നല്ല സഭ്യമായ ഭാഷയിൽ സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാനിത് അത്രയും നല്ല ഫുഡായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താ പറയുക, ഫുഡിൻ്റെ കാര്യം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു റൈസ് ഉണ്ടാക്കിയിട്ട്, എനിക്കാ തോന്നുന്ന റൈസൊന്നും കഴുകിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഒരു ചുവയുണ്ടായിരുന്നു. പിന്നെ വെന്തിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. മുട്ടയൊക്കെ പിന്നെ വെന്തതാണെന്ന് പറയാം. പിന്നെ അതിൻ്റെ മേളൊരു ഗ്രേവി ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ടാവും. അച്ചാറ് പോലും ഉണ്ടായിരുന്നില്ല ഗൈസ്. എന്നിട്ട് ഞങ്ങളത് കഴിച്ചു. എനിക്കത് ഫുള്ള് കഴിക്കാൻ പറ്റിയില്ല. പിന്നെ കഴിച്ചു കുറച്ച്, അത് കളഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ റസ്കല്ല, ബിസ്ക്കറ്റും, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, കേക്കൊക്കെ എടുത്ത് കഴിച്ചു. എന്നിട്ട് ഞാനും ഇവരൊക്കെ സംസാരിച്ച് അങ്ങനെ ഇരുന്നു. കുറേ നേരം എന്തൊക്കെയോ സംസാരിച്ചു. പിന്നെ ഞങ്ങൾ എന്താ പറയുക, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കോൾ വരുന്നുണ്ടായിരുന്നു. എനിക്ക് വീട്ടിൽ നിന്നൊക്കെ അമ്മയച്ഛനും പിന്നെ ഫ്രണ്ട്സും പിന്നെ എൻ്റെ ചേട്ടന്മാരൊക്കെ വിളിക്കണ്ടായിരുന്നു. എവിടെ എത്തി, എന്താണ് കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചിട്ട്. കാരണം ഇവർക്കൊക്കെ ടെൻഷനാണ് ഇങ്ങനെ പോണത് കാരണം. എനിക്കവിടെ ടെൻഷൻ. ഞാൻ എവിടെയെങ്കിലും ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാമല്ലോ എന്ന് വിചാരിക്കും. ഇവർ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞിങ്ങനെ എത്തി. രാത്രിയായപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്നെന്തായാലും നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ വെജ് ബിരിയാണി കഴിക്കുള്ളൂ. കാരണം ഞാനിവരുടെ അടുത്ത് പറഞ്ഞു, എനിക്കിങ്ങനെ ഫസ്റ്റ് ദിവസം വെജ് ബിരിയാണി ആയിരുന്നപ്പോൾ ഡീസൻ്റ് ആയിരുന്നു. ഞങ്ങളന്നിങ്ങനെ വെജ് ബിരിയാണി മേടിച്ചു. വെജ് ബിരിയാണി മേടിച്ചു കഴിഞ്ഞപ്പോൾ ഇറ്റ്സ് വാസ് എന്താ പറയുക, ഓക്കെ ആയിരുന്നു അത്. അപ്പോൾ അതിന് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങളത് മേടിച്ചു കഴിച്ചു. അതിലിങ്ങനെ കുറേ ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു. ഗ്രീൻ പീസിൻ്റെ ഒരു കടലായിരുന്നു അത്. എന്നിട്ട് അതിനകത്ത് അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അച്ചാർ ചോദിച്ചു മേടിച്ചു. ചേട്ടാ എങ്ങനെയെങ്കിലും കുറച്ച് അച്ചാർ തരുവാണെങ്കിൽ തരണേ എന്ന് പറഞ്ഞ് ഞങ്ങൾ അച്ചാർ മേടിച്ചു. അതങ്ങനെ കഴിച്ചിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് തണുക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനെന്നാൽ മേളിൽ കയറി കിടക്കാം, അപ്പോൾ നിങ്ങളെന്തായാലും ഇവിടെ ഇരിക്കുക എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ മേളിൽ കയറി കിടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല. പിന്നെ റേഞ്ചും ഇല്ല. ഫസ്റ്റ് ദിവസം ഞാൻ ഡിസ്റ്റിനിയിൽ ഫാമിലി ഇറങ്ങിയ ടൈമായിരുന്നു. അത് ഇരുന്ന് കണ്ടു. വലിയ കുഴപ്പമില്ലാത്ത പടം കേട്ടോ. എനിക്ക് ബേസിലിനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിലുണ്ടായിരുന്ന 2-3 ചേട്ടന്മാരെ ഞാൻ വെബ് സീരീസ്, ഇവരുടെ മലയാളം വെബ് സീരീസ് ഉണ്ട്, അതൊക്കെ ഞാൻ കാണുമായിരുന്നു. പിന്നെ എല്ലാവരും എനിക്ക് അതിലിഷ്ടമാണ്. അപ്പോൾ ഞാനത് കണ്ടിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ദിവസം ഞാൻ നോക്കുമ്പോൾ ഇതൊന്നും കാണുന്നില്ല.
പിന്നെ റേഞ്ചും ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നോക്കണ്ട, അങ്ങനെ ഇരിക്കാം. അപ്പോഴാണ് എൻ്റെ അടുത്ത് ഗസൽ ചേച്ചി വിളിച്ചിട്ട്, എടാ നിനക്ക് ഉറക്കം വരുന്നുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക, എന്നാൽ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ ഇരുന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്നാൽ നമുക്കൊരു കാര്യം ലുഡോ കളിക്കാമെന്ന്. 2 പ്രാവശ്യം ഞാൻ തോറ്റു ഗൈസ്. ഒരു പ്രാവശ്യം വർഷ ചേച്ചി ഫസ്റ്റ് അടിച്ചു, രണ്ടാമത്തെ പ്രാവശ്യം ഗസൽ ചേച്ചി ഫസ്റ്റ് അടിച്ചു. രണ്ടാമത്തെ പ്രാവശ്യം ഗസൽ ചേച്ചി ഫസ്റ്റ് അടിച്ചപ്പോൾ രണ്ടാമത് വർഷ ചേച്ചിയായിരുന്നു, പിന്നെ ഞാനായി. മൂന്നാമത്തെ പിന്നെ കളിക്കാൻ നിന്നില്ല, എനിക്ക് മൂഡ് പോയി. ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് കളിക്കണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ നിർത്തി. എന്നിട്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഗസൽ ചേച്ചി പറഞ്ഞു, ഞാൻ മേളിൽ പോയി കിടക്കുക, നിങ്ങളിവിടെ സംസാരിച്ചിരിക്കുക. പുള്ളിക്കാരി എസ്കേപ്പ് അടിച്ചു. ഞാനും വർഷ ചേച്ചിയും രാത്രി ഏകദേശം ഒരു 1 മണി വരെ ഞങ്ങൾ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചു. പിന്നെ ഞങ്ങൾ കിടക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കരമായിട്ട് തണുത്തു ഗൈസ്. ഞങ്ങളിങ്ങനെ ഞാൻ എന്തിനാ ട്രിപ്പ് പോണേ, പിന്നെ അതേപോലെ എന്തൊക്കെയാണ് എൻ്റെ ലൈഫിലുണ്ടായിരുന്ന കുറച്ച് ഇൻസിഡൻസ് കാര്യങ്ങളൊക്കെ ഞാൻ പുള്ളിക്കാരായിട്ട് ഷെയർ ചെയ്തു. പുള്ളിക്കാരി ആക്ച്വലി ഫ്രം കർണാടക, കൂർഗിലാണ്. അപ്പോൾ എനിക്കറിയണ ഒരു ചേട്ടനും കൂർഗിലുണ്ട്. അപ്പോൾ ഞാൻ പുള്ളീനെ അറിയാമെന്നൊക്കെ ചോദിച്ചു. പുള്ളി കൂർഗ് എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ഥലമാണെന്നുള്ള കാര്യം ഞാൻ മറന്നു. ഞാൻ എന്തൊക്കെയോ പൊട്ടന്തരം ചോദിച്ചു. പുള്ളിക്കാരി ഒരു മാന്യമായിട്ടുള്ളൊരു കൊച്ചായത് കാരണം പുള്ളിക്കാരി ഇനിയൊന്നും ചെയ്തില്ല. അല്ലെങ്കിൽ വേറെ ആരുടെടുത്തെങ്കിലും ഞാൻ ഇങ്ങനത്തെ പൊട്ടത്തരൊക്കെ ചോദിച്ചു ഞാൻ പുള്ളിക്കാരി തലക്കിട്ട് അടിക്കേണ്ടതാണ്. പുള്ളിക്കാരുടെ നല്ല സ്വഭാവം കൊണ്ട് പുള്ളിക്കാരി ഒന്നും ചെയ്തില്ല. എന്നിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചിരുന്നു. എന്നിട്ട് ഞങ്ങൾ കിടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പുള്ളിക്കാരിയോട് പറഞ്ഞു, ഇങ്ങനെ കാല് വെച്ച് കിടന്നോ കുഴപ്പമൊന്നുമില്ല. ഞാനിങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇരുന്ന് കിടക്കാമെന്ന് ചോദിച്ചു. എൻ്റെ ബെഡ്ഷീറ്റിൻ്റെ കനം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഗൈസ്. പാളിയില്ലേ എൻ്റെ ദൈവമേ, എന്ത് പറയാനാ, തണുത്തങ്ങോട്ട് വിറച്ചില്ലാണ്ടായി. ബാക്കി ഞാൻ വീഡിയോയിൽ തന്നെ പറയണമെന്നുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഈ റെൻഡറിങ്ങിൻ്റെ ഒരു ചെറിയ സീനുള്ളതുകൊണ്ട് അടുത്ത വീഡിയോ ഇത് ഇപ്പം തന്നെ ഞാൻ വീഡിയോ എടുക്കാം. കാരണം ഇനി വേറെ ഇതിനും നിൽക്കുന്നില്ല. ഈ വീഡിയോ തന്നെ ഇതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ വീഡിയോ പാർട്ട് 2 എന്ന് പറഞ്ഞ് അപ്ലോഡ് ചെയ്യണം കേട്ടോ. ഓക്കെ ഗൈസ്, ബൈ ഒന്നുമില്ല, ഇതേ അടുത്ത വീഡിയോ ഇതിൻ്റെ ബാക്കി ഉണ്ടാവും. ഓക്കെ.